ശ്രീ രഘുനാഥ്, ഇപ്പോൾ നമ്മുടെ പ്രതിനിധി പറഞ്ഞതനുസരിച്ച് അവർ മുംബ്ര റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നുപോയി, പാസ് ചെയ്തു പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ കിട്ടിയ ലൊക്കേഷൻ അനുസരിച്ച് കല്യാൺ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് കാണിച്ചത്. വീണ്ടും ലൊക്കേഷൻ കാണിക്കുന്ന ഇപ്പോൾ സാൻപാട എന്ന് പറഞ്ഞ സ്ഥലമായിരിക്കും. ലൊക്കേഷൻ ക്ലിയർ ആണോ ഇല്ലയെന്ന് അറിയാൻ പറ്റുന്നില്ല. ആയതിനാൽ രണ്ട് ലൊക്കേഷനിലും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അല്ലേ നിങ്ങൾ ഇപ്പോൾ ഇത് നോക്കുന്നത്? സാൻപാടയാണോ കാണിക്കുന്നത്? ഹലോ ശ്രീ രഘുനാഥ്, താങ്കൾക്ക് കേൾക്കാനുണ്ട്? ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ സിം കാർഡ് കേന്ദ്രീകരിച്ചല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അവിടെയല്ല എന്നുള്ളത്? ഇപ്പോൾ അറിയുന്ന സാൻപാടയാണ്. സാൻപാടയാണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് പനവേലിൽ എത്തുമെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. പക്ഷേ ലൊക്കേഷൻ ഓരോന്ന് മാറി മാറി വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലിയർ അറിയുന്നില്ല. എങ്കിലും ഞങ്ങൾ എല്ലാവരും പനവേൽ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ്. ഇതിപ്പോ ഒരേ റൂട്ടിലല്ലേ? ഇപ്പോൾ CSMT റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പൻവേലിക്കുള്ള ഒരേ റൂട്ട് തന്നെയല്ലേ ഇത്? ഈ സ്റ്റേഷനുകൾ അതിനിടയിൽ വരുന്ന സ്റ്റേഷനുകളല്ലേ? അതാണ്. അല്ല, ആദ്യം കാണിച്ച കല്യാൺ വേറെ ലൈനാണ്. പക്ഷെ അവിടുന്ന് ഇവിടെ വരാൻ ബുദ്ധിമുട്ട്. അങ്ങോട്ട് വണ്ടിയില്ലല്ലോ. അവർ നേരെ പനവേൽ വന്നെങ്കിൽ അവർക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടികൾ വഴി മാറി സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ? എന്നാണ് കരുതുന്നത്. പക്ഷെ അതെന്താണെന്ന് അറിയില്ല. ഇതിൽ അടുത്ത ലൊക്കേഷനോടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഉടനെയുള്ള ലൊക്കേഷൻ കിട്ടുകയാണെങ്കിൽ അറിയാൻ പറ്റുമോ. ഈ ഇടയിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനുകൾ നമ്മുടെ മലയാളികളോ അല്ലെങ്കിൽ മുംബൈ മലയാളി സമാജത്തിന്റെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടോ രഘുനാഥ്? മുംബൈയിലുള്ള മലയാളി സമാജക്കാർ പ്രതിനിധികളുണ്ട്. ഞങ്ങൾ യാത്രാ സഹായവേദി ഗ്രൂപ്പുകാരുണ്ട്, സാന്ത്വനം ഗ്രൂപ്പുകാരുണ്ട്. അപ്പോൾ ഇടയിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ തന്നെ ആ പെൺകുട്ടികളെ കണ്ടെത്താൻ നമ്മുടെ മലയാളികൾ അടക്കമുള്ള സംഘം അവിടെ സജ്ജമായിട്ടുണ്ടല്ലേ? ഉണ്ട്. എല്ലാ ബോഗിക്കും ഓരോരുത്തർ നിൽക്കത്തൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഈ പോലീസ് സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ? ഇപ്പോൾ ഇടയിൽ ഈ വഴി മാറി സഞ്ചരിക്കുന്നു എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വന്നല്ലോ. ഇപ്പോൾ ഇടയിൽ കല്യാൺ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്ക് കൃത്യമായി അറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. അവിടേക്ക് വഴിമാറി സഞ്ചരിക്കാനുള്ള സാധ്യത നമ്മളിപ്പോൾ ഇടയിൽ നമ്മളൊന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പോലീസ് സംഘം അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഇല്ല, അതേപ്പറ്റി അറിയത്തില്ല. പോലീസ് പോയതായിട്ട്. ഓക്കെ. മുംബൈ മലയാളി സമാജത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം രഘുനാഥ്. അദ്ദേഹം പൻവേലിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് നൽകിയത്. പെൺകുട്ടികൾ ഇടയിൽ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ മാറി അല്ലെങ്കിൽ ഇറങ്ങി മാറിയോ എന്നുള്ളൊരു സംശയം അവിടെ ഉണ്ട്. കൃത്യമായ വിവരങ്ങളില്ല. അവർ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികളുടെ യാത്ര ദിശ എങ്ങോട്ടാണെന്നുള്ളത്. രഘുനാഥ് ചന്ദ്രൻ മുംബൈ മലയാളി സമാജത്തിന്റെ പ്രതിനിധിയാണ് നമ്മളോടൊപ്പം. രഘുനാഥ് നായരാണ് നമ്മളോടൊപ്പം ഈ വിവരങ്ങൾ അവിടെ നിന്ന് പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പങ്കുവെച്ച്. അവിടെ ഒരു മലയാളികൾ അടക്കമുള്ള വലിയൊരു സംഘം, പോലീസ് സംഘം അടക്കമുള്ളവർ അവിടെ ഈ ട്രെയിനിൽ പരിശോധന നടത്താനായി കാത്തിരിക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റിനകം അങ്ങോട്ട് എത്തിച്ചേരുന്ന ഒരു ട്രെയിനിലാണ് പെൺകുട്ടികൾ കയറിയതെന്നാണ് വിവരം.